ഗൈസ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നേരം വെളുത്ത് വരുന്നുള്ളൂ ഗൈസ്. ഞങ്ങളെല്ലാവരും റെഡിയായി ഏർലി മോർണിംഗ് തന്നെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ജേണി സഹാറ ഡെസേർട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് റീഫ്യൂലിങ്ങിന് വേണ്ടി ഒരു പമ്പിൽ വണ്ടി നിർത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ ഓറഞ്ച് ട്രീ കണ്ടത്. ഓറഞ്ച് പറിച്ചു ഞങ്ങൾ ആദ്യമായിട്ട്. നമ്മൾ പിന്നെ മലയാളികളല്ലേ, പറിക്കാതിരിക്കോ? ഓറഞ്ച് പറിച്ചു ഗൈസ്. ആ ട്രീയിൽ ഇങ്ങനെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങളുടെ ജേണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതിവിടുത്തെ ഓൾഡ് മാർക്കറ്റാണ്. പട്ടികളൊക്കെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ കൂളായിട്ട് ഇടയിലൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിലൂടെയൊക്കെ നടക്കാൻ. അങ്ങനെ ഞങ്ങൾ ട്രഡീഷണലായിട്ട് ഹാൻഡ് ക്രാഫ്റ്റഡ് കാർപ്പറ്റ്സ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവർ അവിടെ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കാർപ്പറ്റ്സുകളാണ്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഞങ്ങളുടെ വാനിലുള്ള കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ നടന്ന് വയ്യാതായപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് താഴെ തന്നെ നിന്നു. ലേഡീസ് ആണ് ഇവിടെ കാർപ്പറ്റ് മേക്കിംഗ്. അതിന് കളർ കൊടുക്കുന്നത് മെന്നാണ്. ആ ലേഡി ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന ഷീപ്പിന്റെ വൂൾ എടുത്ത് അത് ത്രെഡാക്കി മാറ്റുകയാണ് ഇവിടെ. അതിന്റെ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണാണ് നമുക്ക് കാർപ്പറ്റിൻ്റെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ആ വൂളിൽ നിന്ന് ത്രെഡാക്കി മാറ്റുന്ന പ്രൊസീജിയർ. ഈ സിമ്പിൾസ് ഇവരുടെ ട്രൈബിൻ്റെ സിമ്പിൾസ് ആണ്. ഓരോ ട്രൈബ്സിനും അവരുടേതായ സിമ്പിൾസ് ഉണ്ട്. അവരുണ്ടാക്കുന്ന കാർപ്പറ്റിലും അതുപോലെ തന്നെ ആ സിമ്പിൾസ് എൻഗ്രേവ് ചെയ്യും. ഇതാണ് ഷീപ്പിൻ്റെ വൂള്. ഇങ്ങനെ ഇരുന്ന വൂളിനെയാണ് ആ ത്രെഡാക്കി മാറ്റി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ കാർപ്പറ്റാക്കി മാറ്റിയത് ഗൈസ്. ഇവിടെ നിന്ന് കിട്ടിയ ഞങ്ങൾക്ക് മൊറോക്കൻ മിൻറ്റി. ഫസ്റ്റ് പാർട്ടിൽ സുർജി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് കുടിക്കുന്നത് ഞങ്ങളെല്ലാവരും ജ്യൂസ് കുടിച്ചപ്പോൾ. ബട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. Please mess with family when you see the beginning of the story. The beginning of the story without Frenches, the end with the Frenches. That means the carpet is made. അത് കഴിഞ്ഞ് അവിടുത്തെ ഓരോ കാർപ്പറ്റുകളും അതിൻ്റെ സ്പെക്കും എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഫ്രിഞ്ച് ഉള്ളെങ്കിൽ അതൊരു വുമണും, രണ്ട് സൈഡിലും ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ അത് രണ്ട് വിമനും ഉണ്ടാക്കിയ കാർപ്പറ്റായിരിക്കും. ഇത് ത്രൂ ഔട്ട് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ ഒരു മിനിമം 1 month എടുക്കുന്ന പ്രോസസ്സായിരിക്കും ഇത്. ഈ കാർപ്പറ്റ് ഒരു സിംഗിൾ ലേഡി 5 months കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. What we call the abstract. And that carpets are made by 2 women, 2 people. The Frenchies are involved. They should have the berber or Swiss carpets we use it also as painting to handle on the wall. ഈ കാണുന്ന കാർപ്പറ്റ്സുകളെല്ലാം പല മെറ്റീരിയൽസ് വെച്ചുണ്ടാക്കുന്നതാണ്. ചിലത് ക്യാമലിൻ്റെ വൂളായിരിക്കും, ചിലത് കാക്ടസിന്റെ ഫൈബർ വെച്ചിട്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റു ചിലത് ഷീപ്പിന്റെ വൂള് വെച്ചിട്ടായിരിക്കും. Look at the zigzag. How the nomadic tribe they move in the sand dune. You never go ahead. You must do left and right. This is the zigzag. Wool on it. ധൂളില്ല, കാക്ടസിന്റെ
അത് കഴിഞ്ഞ് നമ്മളവിടെ കണ്ടത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ജ്വല്ലറികളും വെപ്പൺസുമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ പോമഗ്രാനൈറ്റ് ഉണ്ടായി കിടക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മുടെ വാൻ വീണ്ടും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് ഡെസേർട്ടാണ്. സോ അതിനു മുമ്പുള്ള ഒരു ചെറിയ ടൗൺ ആണിത്. നമുക്ക് ഡെസേർട്ടിലേക്ക് കടന്ന ATM അവൈലബിൾ ആവില്ല. അതുപോലെ തന്നെ വാട്ടറിനാണെങ്കിൽ നല്ല എക്സ്പെൻസീവുമാണ്. സോ നമ്മൾ ഈ ടൗണിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷും ATM നിന്നെടുത്ത് ഡ്രിങ്കിങ് വാട്ടറും വാങ്ങി. അത് കഴിഞ്ഞ് ജേണി കണ്ടിന്യൂ ചെയ്തു. നമ്മളങ്ങനെ ഇന്നത്തെ ചെക്ക് പോയിൻ്റായ മിർസുഗയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സഹാറ ഡെസേർട്ടിലേക്ക് പോകുന്നത്. നമ്മളങ്ങനെ മെർസുഗയിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല ടീമിൻ്റെ ഒപ്പം വന്ന ആളുകളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ആഹാ, ഇവിടെയും ഉണ്ട് നമുക്ക് മൊറോക്കൻ മിൻറ്റി. ഇവിടെ നിന്ന് നമുക്ക് സഹാറ ഡെസേർട്ടിലേക്ക് വാൻ സർവീസ് ഒന്നും അവൈലബിൾ അല്ല. ത്രൂ ഔട്ട് നമുക്ക് ക്യാമൽ റൈഡ് ആയിരിക്കും. സോ ഓൾമോസ്റ്റ് ഒരു 1 hour ക്യാമൽ റൈഡ് ഉണ്ടാവും ഡെസേർട്ടിലേക്ക്. റിച്ചു അവിടെ ഷോള് കെട്ടാൻ തുടങ്ങി. ക്യാമൽ റൈഡിന് മുമ്പായിട്ട് എല്ലാവരും ഷോള് കെട്ടുന്നത് നല്ലതാണ്. കാരണം ഡെസേർട്ടിൽ നല്ല പൊടിക്കാറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൺലൈറ്റും ആണ്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആണെങ്കിലും ഇതിന് വേറെ യൂസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഐത് ബിൻ ഹഡുവിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയ ഷോളാണിത്. ഇന്നലെ അവിടെ വെച്ച് ഗൈഡ് ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour ക്യാമൽ റൈഡ് ഉണ്ട്. സോ ഈ ഷോൾ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റും അതുപോലെ തന്നെ ആ പൊടിക്കാറ്റും ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. സോ ഞങ്ങൾ എല്ലാവരും ഷോളൊക്കെ കെട്ടി ക്യാമൽ റൈഡിന് വേണ്ടിയിട്ട് ക്യാമലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇതിൻ്റെ ബാലൻസ് ഞങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.